എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ ചാനൽ ചില പ്രോബ്ലം ആയിരിക്കുകയാണ്, പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാമോ, 1-2 വീഡിയോ ചെയ്തതിൻ്റെ തുടർമാനമായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. UK-യിൽ ബ്രിട്ടനിൽ ഭയങ്കര പ്രോബ്ലം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അവിടെയും മുസ്ലിമാണ് ഏറ്റവും വലിയ കഥാപാത്രം. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു പരിചയക്കാരൻ UK വിളിച്ചിരുന്നു. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തോടുകൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇവൻ പറഞ്ഞാൽ ചോദിക്കുന്നത് പേര് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, പേര് ചോദിച്ചിട്ട് ക്രൈസ്തവനാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ള ഒരു പ്രവണത ഇപ്പോൾ ബ്രിട്ടനിൽ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ ക്രൈസ്തവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവിടെ ക്രൈസ്തവ രാജ്യമായ ബ്രിട്ടനിൽ മുസ്ലിം അഭയാർത്ഥികളായി കടന്നു വന്ന് അവിടെയുള്ള എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത കൈക്ക് പാമ്പ് കടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവർ അഭയം കൊടുത്ത, അവർക്ക് താങ്ങായി നിന്ന രാജ്യത്തിലെ ക്രൈസ്തവർക്ക് ഇവന്മാർ എന്താ പറയുക, ഭയങ്കര പ്രശ്നമായിരിക്കുന്നു. ഇവന്മാർ മതഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. രണ്ടാമത് ഇവിടെ ബംഗ്ലാദേശ് നോക്കൂ, മുസ്ലിങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രത്തെ പോലും താമസിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടനിൽ ക്രൈസ്തവരെ ഉദ്ദേശിച്ചിരിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ രാജ്യത്തിൽ മുസ്ലിങ്ങളാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സമാധാനമില്ല. അവിടെയുള്ള ആ പാവപ്പെട്ട പ്രധാനമന്ത്രിയായ ആ സഹോദരിയെ, ഒരു അമ്മച്ചിയെ ഇവന്മാരെ ഉപദ്രവിച്ച് ഇവന്മാർക്ക് അന്നം കൊടുത്ത, ഇവന്മാർ വെള്ളം കൊടുത്ത, ഇവന്മാർ സുരക്ഷിത സ്ഥാനം ഒരുക്കിയ, എല്ലാം നൽകിയ ആ പ്രധാനമന്ത്രിയെ ഇവന്മാർ വീട്ടിൽ കയറി ഉപദ്രവിച്ചിരിക്കുന്നു. അവിടെ വസതി കയറി മോഷ്ടിച്ചിരിക്കുന്നു. ഇവ തിന്നാനില്ല, ഇവന്മാർക്ക് വസ്ത്രമില്ല കൊടുക്കാം, ഇവന്മാർക്ക് ഒന്നുമില്ല. കണ്ടോ, ഇവരെ ഇതുവരെയും സഹായിച്ച ആ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയ ഇത്ര കാപാലിക കഠിന ഭീഷണ ചിന്തയുള്ള ഒരു മുസ്ലിങ്ങൾക്കല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും, ഇവർ മൊത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുന്നവർക്ക് മൊത്തം ഭ്രാന്ത. ഇവിടെ ഇറാനിൽ ഭ്രാന്ത്, ഇറാഖിൽ ഭ്രാന്ത്, ഹിസ്ബുള്ള, മൊത്തമാർ ലോക രാജ്യങ്ങൾ തലവേദനയായി ഈ മുസ്ലിം കൂട്ടം മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, SDP നിരോധിച്ചതുപോലെ, ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിച്ചതുപോലെ ലോകം ഐക്യരാഷ്ട്ര സംഘടനകളിൽ ചർച്ചാ വിഷയമാക്കി തീർത്ത് ഈ മുസ്ലിം ഒരു തീവ്രവാദ മതമാണെന്ന് ഉൾക്കൊള്ളി ഇവരെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഇവരെ മാറ്റി നിർത്തേണ്ട സംവിധാനം ചെയ്തേ മതിയാവുകയുള്ളൂ. അത്രത്തോളം തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ മുസ്ലിം മതക്കൂട്ടങ്ങൾ. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച, മതത്തിന് വേണ്ടി ജീവിക്കുന്ന, മതത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന, മതത്തിന് വേണ്ടി വല്ലവനെയും കൊല്ലുന്ന, മതത്തിന് വേണ്ടി വല്ലവ രക്തം ചിന്തിപ്പിക്കുന്ന ഈ മുസ്ലിം തീവ്രവാദത്തെ അവസാനിപ്പിക്കുക മാത്രമല്ല, ഈ മുസ്ലിങ്ങളെ ലോകരാജ്യത്ത് നിന്ന് പൂർണ്ണമായും മാറ്റി ഒരു മതരാഷ്ട്രീയ എന്താ പറയുക, ഇത് തീവ്രവാദ മതമായി ഈ ഒരു മുസ്ലിം മതത്തെ നാം മാറ്റി നിർത്തി മതിയാകത്തുള്ളൂ. ഇവന്മാർ എല്ലാ മനുഷ്യനായി പിറവിയെടുത്ത എല്ലാവരും ഹൃദയത്തിവന്മാർ അറക്കപ്പെട്ടമാറിയിരിക്കുകയാണ്. ആട് ഹൃദയത്തിൽ മുസ്ലിങ്ങളില്ല. അതുകൊണ്ട് ഇവന്മാർക്ക് മതഭ്രാന്തുകളെ നടക്കുകയാണ്. നിങ്ങൾ ഇവന്മാരെ ഒഴിയുക, ഇവന്മാരെ സൂക്ഷിക്കുക, ഇവന്മാരുടെ അടുത്ത് പോയി എന്താ പറയുക, ഒന്ന് സമ്പർക്കം പുലർത്താൻ പോകരുത്. ഇവന്മാർ അപ്പനെന്നോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുക്കളോ ചാർച്ചക്കാരെന്നോ മനുഷ്യരെന്നോ ഒരു പരിഗണന തരല്ല. കാര്യം ഇവന്മാർ ആരാധിക്കുന്ന പിശാചിനെയാണ്. ആ പിശാചാണ് ഇവന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഒഴിവാക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളോട്.